ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ട്രിപ്പ് പോകുന്ന ആൾക്കാരാണല്ലേ. ഫാമിലി ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എല്ലാം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രമേ എല്ലാം ചെയ്യുള്ളൂ. എവിടെ സ്റ്റേ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എല്ലാം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി ട്രിപ്പ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഒരു ട്രിപ്പ് എൻ്റെ ഫാമിലി എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു ഇത്. ഈസ്റ്ററിൻ്റെ വെക്കേഷന് വേണ്ടിയിട്ട് കാത്തിരുന്ന് ചാടിത്തുള്ളി കറക്റ്റ് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഈസ്റ്ററിൻ്റെ വെക്കേഷനും കിട്ടി. ഓടിപ്പോയി ട്രെയിനും പിടിച്ച് അങ്ങനെ അവസാനം ഒരു 8 മണിയായപ്പോൾ നാട്ടിലെത്തി. അങ്ങനെ നാട്ടിൽ വീട്ടുകാർ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ കയറിയപാടെ അവർ ചോദിച്ചു, എന്ത് വേണം ബർത്ത്ഡേ ഗിഫ്റ്റ്? ഞാൻ പറഞ്ഞു, എനിക്ക് എന്തേലും മതി. എന്നാൽ പിന്നെ നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? എങ്ങോട്ട്? ഇവർ ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണല്ലോ ഞാനിരിക്കുന്നത്. കാരണം ഒന്നും പ്ലാൻ ചെയ്യാതെ നടത്തുന്നല്ല എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിലും ഒറ്റയടിക്കൊരു ട്രിപ്പ് അങ്ങനെ പോസിബിളൊന്നും അല്ലല്ലോ. പിന്നെ അവർ ഡിസ്കഷനായി, മൂന്നാർ വേണം, കൊടൈക്കനാൽ വേണം, അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേര് ഇങ്ങനെ നിന്ന് എന്നോട് പറഞ്ഞു. ഞാനിതെല്ലാം കേട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ചുമ്മാ അങ്ങ് ഡയലോഗ് അടിച്ചു. കാരണം എനിക്കറിയാം ഇതൊന്നും നടക്കത്തില്ല, ചുമ്മാ ഡയലോഗ്സ് മാത്രമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ഡയലോഗ് എൻ്റെ വീട്ടുകാരടിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എങ്ങോട്ടാണേലും പോകാമെന്ന്. കാരണം ഒന്നാമതേ അവിടുന്ന് യാത്ര ചെയ്തും അടുത്ത് വന്നേക്കുന്ന ഞാൻ വീട്ടുകാരുടെ തമാശക്കത്ത് ഞാൻ അവരുടെ കൂടെ അങ്ങ് കൂടി. പക്ഷേ ഇത് സീരിയസ് ആകുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അവസാനം ഒരു ഫിക്സ് ചെയ്തു, എന്നാൽ പിന്നെ മൂന്നാർ തന്നെ അങ്ങ് പോകാമെന്ന്. അങ്ങനെ ഇവരുടെ കുറേ ഡിസ്കഷനൊക്കെ കേട്ട് അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കത്ത്, എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണം. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ അടുത്ത ഡിസ്കഷൻ, നമ്മൾ ഏത് റൂട്ട് വേണം പോവാൻ, ഏത് റൂട്ടിൽ കൂടെ പോയാൽ വേഗം എത്തും, ഇതൊക്കെയായിരുന്നു അവരുടെ ഡിസ്കഷൻ. ഈശ്വര, കളി കാര്യമായല്ലോ എന്നോർത്തുകൊണ്ട് ഇരിക്കുന്ന ഞാനും അമ്മയും. അങ്ങനെ അവസാനം അത് നല്ല പടിയായി മാറിയേക്കുമായിരുന്നു. ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് 10 മണിക്കൂറോളം ട്രാവലുണ്ട്. ഹോട്ടലിലിരിക്കുമ്പോൾ തന്നെ 9 മണിയായിട്ടുണ്ടായിരുന്നു. ഇനി ഹോട്ടലിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു 10 മണിയാവും. പിന്നെ എപ്പോൾ പോകാനാ എപ്പോൾ എത്താനാന്നുള്ള എല്ലാ ടെൻഷനും ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടെൻഷനും വണ്ടി ഓടിക്കാൻ പോകുന്ന ഇവർ 2 പേരുടെയും മുഖത്തില്ലായിരുന്നു. അങ്ങനെ അവസാനം 10 മണിയായപ്പം വീട്ടിലെത്തിയപാടെ എനിക്ക് വേണ്ടിയുള്ള കേക്ക് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ മൂന്നാറിലേക്ക് പോവുക കേട്ടോ. ഈ രാത്രിയിലാണോ നിങ്ങൾ മൂന്നാറിലേക്ക് പോകണേന്ന് ഒരു ചോദ്യം. നിങ്ങളിപ്പോൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ, നാളെ പോയാൽ പോരേന്ന് ചോദിച്ചു. പക്ഷെ ഞങ്ങൾക്കൊട്ടും സമയം ഉണ്ടായിരുന്നില്ല, എനിക്കധികം ലീവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങളുടെ ക്ഷീണവും ടയേർഡ്നെസ്സും ഒക്കെ മാറ്റി വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ഓർക്കും, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇവർ പോയത് ഇതെങ്ങനെ അൺപ്ലാൻ ട്രിപ്പ് ആവുന്നതെന്നല്ലേ. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന സെയിം ബാഗാണ് ട്രിപ്പിനെന്നും പറഞ്ഞ് കൊണ്ടുപോയത്. അതിൻ്റെ അകത്ത് മര്യാദയ്ക്കുള്ള ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. സാധാരണ വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഡ്രസ്സ് എടുത്ത് വെക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഇത്തവണ എനിക്ക് ചുമക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം ട്രിപ്പ് സ്റ്റാർട്ടായി. ട്രാവൽ സിക്നസ് ഉള്ള എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ഇത്ര അടിപൊളിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് പപ്പ, ചേട്ടൻ, അമ്മ, പിന്നെ ഞാൻ. ഈ പിക്കിൽ കറക്റ്റായിട്ട് എന്നെയും ചേട്ടനെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞങ്ങൾ. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുന്ന 2 പിള്ളേർ. ചേട്ടൻ എന്ത് ചെയ്യുന്നോ അതിൻ്റെ പുറകെ അത് തന്നെ നോക്കുന്ന ഞാൻ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. എന്തൊക്കെയായാലും എൻ്റെ 21ാമത്തെ ബർത്ത്ഡേ കളറാക്കി തന്ന എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും 4 സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒന്നിച്ചുള്ള മൊമെൻറ്റ്സ് ഭയങ്കര കുറവാണ്. ഒന്നിച്ചുള്ള മൊമെൻറ്റ്സ് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കാറുമുണ്ട്. ഈ കോളേജ് സ്ട്രെസ്സിൽ നിന്ന് ചാടിത്തുള്ളി അവിടെ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു റിലീഫുണ്ട്, എൻ്റെ ഈശോയെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.